നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുകയാണ്. ഇന്ന് കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വളരെ ദുഃഖകരമായ സംഭവവികാസങ്ങളുണ്ടായി. നമ്മളതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത്. മെസ്സി നേരത്തെ തന്നെ സ്റ്റേഡിയം വിടേണ്ട ഒരു അവസ്ഥയുണ്ടായി. ആരാധകർ സ്വാഭാവികമായിട്ടും വലിയ തുക കൊടുത്ത് സ്റ്റേഡിയത്തിലേക്ക് എത്തിയവർ പ്രതിഷേധിച്ചു. വലിയ രൂപത്തിലുള്ള ഒരു വാൻഡലിസത്തിലേക്ക് കാര്യങ്ങൾ പോയി. സീറ്റ് ഇളക്കി എറിയുന്നു, കുപ്പി എറിയുന്നു, പിച്ച് ഇൻവേഡ് ചെയ്യുന്നു, ആകെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ആ ക്രൗഡിനെ മാനേജ് ചെയ്യാൻ ശരിക്കും ബുദ്ധിമുട്ടി. ഇതൊരു ഓർഗനൈസേഷണൽ ഫെയിലിയർ ആണ് എന്നുള്ളത് സുവ്യക്തമായിരുന്നു. പിന്നെ മമതാ ബാനർജിയുടെ മാപ്പ് വന്നു. ഇപ്പോഴിതാ വെസ്റ്റ് ബംഗാൾ DGP രാജീവ് കുമാർ കൺഫേം ചെയ്യുന്നു, ഗോഡ് ഇന്ത്യ ടൂറിൻ്റെ ഓർഗനൈസർ സറ്റാഡ്രു ദത്തയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൊൽക്കത്ത വിസിറ്റിന് ശേഷം, അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശേഷം ഹൈദരാബാദിലേക്ക് പോകും വഴി എയർപോർട്ടിൽ നിന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. റോയിറ്റേഴ്സിൻ്റെ റിപ്പോർട്ടുണ്ട്. എന്തായാലും സറ്റാഡ്രു ദത്ത, ദി പ്രൊമോട്ടർ ആൻഡ് ഓർഗനൈസർ ഓഫ് ലയണൽ മെസ്സിസ് ഗോട്ട് ഇന്ത്യ ടൂർ 2025 വാസ് detained at Kolkata airport on Saturday while en route to Hyderabad. West Bengal DGP രാജീവ് കുമാർ confirmed. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് DGP രാജീവ് കുമാർ, വെസ്റ്റ് ബംഗാൾ DGP കൺഫേം ചെയ്തിരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ ആളിൽ നിന്ന്, അതായത് സറ്റാഡ്രു ദത്തയിൽ നിന്ന് ഒരു റിട്ടേൺ അഷ്വറൻസ് വാങ്ങിയിട്ടുണ്ട്. അതായത് എഴുതി ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. എന്താ ഉറപ്പ്? പ്രോമിസിങ് റീഫണ്ട്സ് ടു ഓൾ ടിക്കറ്റ് ബയേഴ്സ്. വാങ്ങിച്ച ടിക്കറ്റിൻ്റെ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാം എന്ന് ഉറപ്പ് എഴുതി വാങ്ങിയിട്ടുണ്ട്. എന്തായാലും ADG ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള ജാവേദ് ഷമീം ലേറ്റർ കൺഫേം ചെയ്തിട്ടുള്ള കാര്യം ദത്തയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. സോ അപ്പം കുമാർ പറഞ്ഞിട്ടുള്ള വാക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. വി ഹാവ് പെർസ്വേഡഡ് ദി ഓർഗനൈസർ. അയാളെ നിർബന്ധിച്ചിട്ട് നമ്മളൊരു ഇൻ റൈറ്റിംഗ് കൺഫർമേഷൻ വാങ്ങിച്ചു, സെയിൽ ചെയ്തിട്ടുള്ള ടിക്കറ്റുകളെല്ലാം റീഫണ്ട് ചെയ്യുമെന്ന്. ഈ സിറ്റുവേഷൻ ഇപ്പോൾ അണ്ടർ കൺട്രോളാണ്. മെയിൻ ഓർഗനൈസറെ നമ്മൾ ഡീറ്റെയിൻ ചെയ്തു. വി ഹാവ് ഡീറ്റെയിൻഡ് ദി മെയിൻ ഓർഗനൈസർ ആൻഡ് എൻഷുർഡ് ദാറ്റ് ദിസ് മിസ്മാനേജ്മെൻറ്റ് ഡസ് നോട്ട് ഗോ അൺപണിഷ്ഡ്. എന്തായാലും ഫാൻസിന് ആഡിക്വറ്റ്ലി കോമ്പൻസേഷൻ നൽകും എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇതൊരു വല്ലാത്ത ഒരവസ്ഥയായിപ്പോയി. വലിയ ആവേശത്തോടു കൂടി മെസ്സിയെ കാണാൻ വന്ന ആളുകൾക്ക് ഇതാണല്ലോ തിരിച്ചു കിട്ടിയത് എന്നുള്ളത് ദുഃഖകരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.